വെൽക്കം ബാക്ക് നിസിൻ വേൾഡ്. അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ ടിക്ക മസാല. അപ്പോൾ അതിന് ആദ്യം തന്നെ വേണ്ടത് 1 കിലോഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ട് എല്ലോടും കൂടിയുള്ളത്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ 4 ടേബിൾ സ്പൂൺ അധികം പുളിയൊന്നുമില്ലാത്ത നല്ല തൈര്. ഇതെല്ലാം ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കണേ. ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ 1.5 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി, കാശ്മീരി റെഡ് ചില്ലി അതിട്ട് കൊടുക്കാം. പിന്നെ 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 1 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം പൊടിച്ചത്. ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ആക്കാം. ഇതിന് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. അതിന് ശേഷം നമ്മളിതിന് ഫ്രൈ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മളുടെ നിസിൻ വേൾഡ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം. ഇതിലോട് വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു നോൺ സ്റ്റിക്ക് പാത്രം ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമ്മൾ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച ചിക്കൻ ഇതിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. ഇതിന് ഒരു 5 മിനിറ്റ് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് വേവിക്കണം. അതിനുശേഷം തീയൊക്കെ ലോ ഫ്ലെയിം ആക്കിയിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തത് മാറ്റി വെക്കാം. നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. പിന്നെ അതേ പാത്രത്തിൽ തന്നെ നമ്മൾ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് 1 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് 2 വലിയ സവാള കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂണും പിന്നെ നമുക്ക് 2 തക്കാളി ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ നമുക്ക് മസാലപ്പൊടികളായിട്ട് വേണ്ടത് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക്, ആവശ്യത്തിലുള്ള ഉപ്പും ഇതെല്ലാം ചേർത്തിട്ട് നല്ലോണം മിക്സാക്കുക. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 2 കപ്പ് തിളച്ച വെള്ളം ഇട്ടിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കണം. അപ്പോൾ ഇതിങ്ങനെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലോണം മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണം. ഇത് തീയൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യാൻ. ഇപ്പോൾ ഇതൊരു 1 മിനിറ്റ് ഇങ്ങനെ അടച്ച് വെക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇതിങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 2 പച്ചമുളക് നീളത്തിലായിരുന്നത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കസ്തൂരി മെത്തി അതൊന്നും ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ടിക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ആക്കിയെടുത്ത് തീ ഓഫ് വയ്ക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. താങ്ക് യു.